വെൽക്കം ടു ട്രാവൽ ആൻഡ് ക്വറി. നമുക്ക് ഈ ഒരു പുതുതായിട്ട് ട്രേഡിങ്ങിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കുറേ സംശയങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഇതിലേക്ക് വന്നാൽ നമുക്ക് പണം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത്. അപ്പം ആക്ച്വലി ഇതൊരു എന്താ പറയുക പഠിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നതിനോട് കൂടി നമുക്ക് വളരെ മൈൻഡ് കൺട്രോൾഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു വട്ടം നമുക്ക് ഒരു ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒന്നും കൂടി ചെയ്യണം എന്ന് തോന്നും. അങ്ങനെ ഒന്നും കൂടി ചെയ്ത് 2 പ്രാവശ്യം ചെയ്തപ്പോൾ അതും നല്ല പ്രോഫിറ്റായി. അതേപോലെ വീണ്ടും 3ഉം 4ഉം തവണ ഇത് ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൽ ഉപരിയായിട്ട് തലതിരിഞ്ഞും മറിഞ്ഞും പോകാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ട്രേഡ് ആക്ടിവിറ്റി എപ്പോഴും നഷ്ടത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു മനസ്സ് പേഷ്യൻ്റായി നിലനിർത്താൻ കഴിയാത്ത ആളുകൾ മാത്രമേ ട്രേഡിൽ തകർന്നു പോയിട്ടു, അല്ലേ അത് കൃത്യമായി പഠിക്കാതെ ചെയ്ത ആളുകൾ. അപ്പം അതുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾ കൃത്യമായിട്ട് ട്രേഡിങ്ങിനെ പറ്റി പഠിക്കുക. പഠിക്കുന്നത് ഒരു ഡെമോ അക്കൗണ്ടിലാവുമ്പോൾ അത് വളരെ എന്താ പറയുക വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഡെമോ അക്കൗണ്ട് പഠിക്കുന്നത് ഏറ്റവും അപകടകരമാണ്. കാരണം ട്രേഡിങ്ങിൽ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യൽ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഇത് ടേക്ക് പ്രോഫിറ്റ് എടുക്കൽ, അതുപോലുള്ള കാര്യങ്ങൾ ഈ ഒരു ഡെമോയിലൂടെ പഠിക്കാന്നല്ലാതെ അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ മീൻസ് ഇപ്പോൾ ട്രേഡ് ഇട്ട് ട്രേഡ് പ്രോഫിറ്റ് ആവുന്നതും ക്ലോസ് ചെയ്തതും മറ്റുമൊക്കെ നമ്മൾ അതിലൂടെ പഠിച്ചാൽ ഡെമോ പോലെ ആയിരിക്കില്ല ഒറിജിനൽ നല്ല വ്യത്യാസമുണ്ടാകും. കാരണം നമ്മളെ ഫണ്ടാണ്, നമ്മളെ കയ്യിലെ കാശാണ്. ആ കാശ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അതാണ് ആദ്യം തന്നെ പരിശീലിക്കേണ്ടത്. ഈ ഒരു ഡെമോയിലാകുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഇടും. അപ്പം നമ്മൾ ചിന്തിക്കും, ഇതുപോലെ തന്നെ നമുക്ക് നമ്മളെ റിയൽ അക്കൗണ്ടിലും ചെയ്യാമെന്ന്. ഇത് പഠിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു ട്രേഡ് എപ്പോഴും നഷ്ടമായി പോകുന്നത്. ട്രേഡ് അല്ല, നമ്മളെ ക്യാപിറ്റൽ അത് നഷ്ടമായി പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കഴിയുന്നതും ഈ ഒറിജിനൽ അക്കൗണ്ടിൽ റിയൽ അക്കൗണ്ടിൽ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതും ചെയ്തു പഠിക്കുമ്പോൾ ഈ പറഞ്ഞു തരുന്ന ആളുകൾ പറയുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ട്രേഡ് ക്വാണ്ടിറ്റി ഇട്ടുകൊണ്ട് ചെയ്യുക. അന്നേരം നമുക്ക് എപ്പോഴും ക്ലിയറായി കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ട്രേഡിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.